You, you are the one, and this is now that you're gone. Don't be afraid, I'll be by your side. Lead it the way. ആദി, ആ ജാൻവി, എന്താടാ? എടാ, നമ്മള് യുവന്റെ വീട്ടുകാരെ ഒന്ന് പോകണം. യുവന്റെ വീട്ടിലോ? എന്താടാ? ചാമിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഹാ, ശ്യാമി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടോ? ആണോ? ഹ്, ഈശ്വര, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹാ, നീ എന്തായാലും വേഗം റെഡിയായേ, നമുക്കൊന്ന് പോയിട്ട് വരാം. എടാ, അത് വാസുച്ചനോട് പറഞ്ഞിട്ട് പോയാ പോരെ? വാസച്ചനോടൊന്നും ഇപ്പം പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയണ്ട. എനിക്ക് എൻ്റെ കുട്ടീനെ കാണണം. അച്ഛൻ ഇതുവരെ അവളെക്കുറിച്ച് ചിന്തിച്ചതോ അവളെക്കുറിച്ച് തിരക്കിയതോ ഇല്ലല്ലോ. എടാ, വാസുച്ചൻ തിരക്കി, ഞാനും കൂടെ അല്ലേ പോയത്. എന്നിട്ട് എന്നോടൊരു അക്ഷരം പറഞ്ഞോ? എടാ ജാൻവി, നിനക്ക് ഇപ്പോഴും ഈ സത്യം അറിയാമെന്ന് വാസുച്ചൻ അറിയത്തില്ല, അതുകൊണ്ടാ. ഹാ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, നല്ലത് തന്നെ. എന്തായാലും നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. നീ വരുന്നോ അതോ ഞാൻ തനിച്ച് പോകണോ? നിനക്ക് വരുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തനിയെ പോയിക്കോളാം. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാമെന്ന് നിനക്കറിയാലോ. എടാ വേണ്ട, ഞാൻ തന്നെ വരാം. ഹാ, വേഗമായിട്ട്. എടാ, എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചേക്കണേ. ഹാ, അതൊക്കെ ഞാൻ ഏറ്റു. നീ എന്തായാലും റെഡിയാവും, ഞാനും റെഡി ആയിട്ട് വരാം. ഹാ. എടാ, എന്താടാ? അല്ല, ഇവരെ വിളിച്ച് കാര്യം പറയാം. യുവനെ ഞാൻ വിളിച്ചില്ല. അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, മിസ്റ്റർ ക്രിഷ്. ആ, അവനെ വിളിച്ചോ? ആ, അവനെ വിളിച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വിളിച്ച് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് പറയാൻ. ഞാൻ വിളിക്കുമ്പോൾ പണ്ടത്തെ, അതായത് അന്നത്തെ കലിപ്പ് നീ മറന്നിട്ടില്ലല്ലോ, ഞാൻ അവനെ വിളിച്ച് വഴക്ക് പറഞ്ഞതൊക്കെ. അതിൻ്റെ ചെറിയൊരു കേന്തി ഉണ്ടാവും അവന്. അപ്പോൾ വരണ്ടാതങ്ങനെ പറഞ്ഞാലോ. അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണനെ വിളിച്ച് കാര്യം പറഞ്ഞത്. ആ, അത് ശരിയാ. നീ അന്ന് അവനെ നിർത്തി പിരിച്ചതല്ലേ? നിർത്തി പൊരിക്കാതെ എങ്ങനെ ഇരിക്കും? അവൾ എൻ്റെ മകളല്ലേടാ. അപ്പോൾ പിന്നെ അവൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുക? വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ ഒരു അമ്മേൻ്റെ മനസ്സ് തനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. എടാ ജാൻവി, നിന്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയാം. ഒരമ്മയുടെ വാത്സല്യം എന്താണ് മതി, അമ്മയുടെ ഫീലിങ്സ് എന്താണ് മതി. എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ ഞാനും അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാ. നിനക്കറിയാലോ, എന്റെ അമ്മയും അച്ഛനായിട്ട് കുട്ടിക്കാലത്ത് മരിച്ചു പോയതാ. അതിനുശേഷം വാസുവച്ചൻ എടുത്ത് വളർത്തിയത് തന്നെ. എനിക്കറിയാം, ഓരോ രാത്രി ഞാൻ ഉറങ്ങുന്നത് എങ്ങനെയാണ്. അവരെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഞാൻ ഉറങ്ങാറില്ല. എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ പലപ്പോഴും ഈർന്ന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. ജാനു, നീ റെഡിയാവും, നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഇതിനൊന്നും എതിരല്ല. ഞാനിത് വാസുവച്ചനോട് ഇപ്പൊ പറയതുമില്ല. വാസുവച്ചനോട് പറഞ്ഞാലും വിഷയമൊന്നുമില്ല. വാസുവച്ചന് മനസ്സിലാവുന്നുണ്ട്. ആ ശരി, നീ പെട്ടെന്ന് പോയി റെഡിയാവും. ഹരി, അമ്മേ. ആ യുവ, മോളുണ്ടോ അവിടെ? ഉണ്ട്. അമ്മച്ചനോട് വലിയ ദേഷ്യം ഉണ്ടോ? അതാണ് ഇങ്ങനെ കലിപ്പിച്ച് സംസാരിക്കണേ. എനിക്കെന്ത് ദേഷ്യ? എൻ്റെ കുട്ടി തിരിച്ചിവിടെ എത്തിയില്ലേ. എനിക്ക് അപ്പോഴത്തെ ആ ഒരു ടെൻഷൻ കാരണം നിന്നോട് അത്രയും വഴക്കൊക്കെ പറഞ്ഞത്. കാരണം നിനക്കറിയാലോ യുവ, ഞാൻ മോളെ ആദ്യമായിട്ടാണൊന്ന് കാണാൻ പോലെ. അവൾ എങ്ങനെ ഇരിക്കുകയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്നെ പോലാണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഹരി, അമ്മ എന്നെ പോലാണോ ഇരിക്കുന്നേ? അമ്മയുടെ ഏകദേശം രൂപം തന്നെ. പിന്നെ അമ്മേന്റെ ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. കുഴപ്പമൊന്നും ഇല്ലല്ലോ അതൊക്കെ? ഇല്ല, അമ്മ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കും. ഞാൻ പറയാൻ അവർക്ക് മനസ്സിലാവട്ടെ. ഏഞ്ചൽ, ഏഞ്ചൽ. എടാ, എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അല്ല, 2 പേര്. 2 പേരോ? രാവിലെ പറഞ്ഞവരാണോ? അതെ, അവരാ. നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്റെ വൈഫല്ലേ, അപ്പൊ നിന്നൊന്ന് കാണണമെന്ന് ഞാൻ ചെയ്യുന്നേ. നീ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, എന്റെ ദേഷ്യമൊക്കെ നീതാണ് തനത്തത്, അതുകൊണ്ടാ. ഓ, എനിക്ക് ഓസ്കാർ അവാർഡ് തരണം. നിങ്ങളെ പറഞ്ഞതിന് ക്ഷമിക്കുന്നേ. വാ, എന്തായാലും. പിന്നെ സൂക്ഷിച്ചു തന്നെ. നമുക്ക് ഞാൻ വൈദ്യുതി കിടപ്പുണ്ട്, മറക്കണ്ട. തുളിച്ചോടിയൊന്നും വരണ്ട കേട്ടോ. ഇനിയോ മനുഷ്യ? എന്താ വിളിച്ച്? മനുഷ്യനല്ലോ. അല്ല, മൃഗം പോരെ. വാടി വേണേ എന്നോട്.
ചാമി ചാമി? സോറി മാഡം, എന്റെ പേര് ചാമി എന്നല്ല, എന്റെ പേര് ജനനി എന്നാണ്. ജനനി മറന്നുപോയി മോളെ. എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. എൻ്റെ മോളുടെ പ്രായം ഉണ്ടാവും. അവള് നിന്നെ പോലെ തന്നെ ഉണ്ട്. അപ്പം അതാ പെട്ടെന്ന് അമ്മയ്ക്ക്. സാരമില്ല സാരമില്ല ആന്റി, അതൊന്നും സാരമില്ല. മോളെവിടാ? മോള് അത് ആന്റി സോറി. സോറി ഒന്നും ചോദിക്കണ്ട. അവള് കൊച്ചുനാളില് എന്നോട് നിന്ന് അകന്ന് മാറിയതാ. എന്നിട്ട് മോളെ കുറിച്ചൊരു വിവരമില്ല? ഉണ്ട്. അവളുടെ അച്ഛൻ്റെ കൂടെ. അപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ അല്ലേ? അല്ല, ഞങ്ങള് ചെറിയൊരു പിണക്കം കാരണം ഡിവോഴ്സായി. പുള്ളി വേറെ കല്യാണമൊക്കെ കഴിച്ചു. ഓ സോറി ആന്റി, ഞാൻ ആന്റിനെ വീണ്ടും വിഷമിപ്പിച്ചല്ലേ പഴയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതൊന്നും ഇല്ലടാ, നമുക്ക് സുഖമാണ്. അല്ല, എൻ്റെ മോളെ പോലെ തോന്നിയോണ്ടാണ് ചാമിന്ന് കയറി വിളിച്ചേട്ടോ. വേറൊന്നും കരുതണ്ട കേട്ടോ. എൻ്റെ മോളെ പോലെ തന്നെ ഉണ്ട് നിന്നെ കാണാൻ. അതൊന്നും സാരമില്ല ആന്റി. ആന്റി എന്നെ മോളെ പോലെ തന്നെ കണ്ടോ? അത് സാരമില്ല. എനിക്കാണെങ്കിൽ എനിക്ക് അമ്മയൊന്നുമില്ല. ഞാനൊരു അനാഥയാണ്. എന്റെ എല്ലാം എന്റെ ഡെവളാ. ഡെവിളോ? അതെന്നാ ഡെവിളെന്ന് വിളിക്കുന്നേ? അല്ല, ഞാൻ പുള്ളിനെ എനിക്ക് സ്നേഹമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്, നിക് നെയിം ആയിട്ട് വിളിക്കുന്നതാണ്. ഓ, ഇങ്ങനൊക്കെയാണ് ഞങ്ങള് ജീവിക്കുന്നത്. ആന്റി വേറൊന്ന് വിചാരിക്കണ്ട കേട്ടോ. മോളെ ആന്റിന്ന് വിളിക്കുന്നതൊന്നും ഒഴിവാക്കി കൂടെ നിനക്ക്? നീ തന്നെയല്ലേ മോളെ ഇപ്പൊ പറഞ്ഞത് എന്നെ മോളെ പോലെ കാണാനും. അപ്പോ ആ ആന്റി എന്നുള്ള വിളി ഒന്ന് മാറ്റിയിട്ട് അമ്മയെന്നൊന്ന് വിളിച്ചൂടെ? കാരണം എൻ്റെ മോളുടെ വായിന്ന് ഒരിക്കൽ പോലും അമ്മയെന്ന് വിളി ഞാൻ കേട്ടിട്ടില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട്, അതാ. അതിനെന്താ ആന്റി? സോറി അമ്മേ, ഞാൻ അങ്ങനെ വിളിച്ചോളാം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വാ. ഞാനും അമ്മയും അച്ഛമ്മയും കാവ്യയും നീരജും ലക്ഷ്മി ചേർത്തിട്ടും ഉണ്ട്. ഞങ്ങൾക്കും അതൊക്കെ സന്തോഷമാവും. അതിനെന്താ, ഇനി അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് മോളെ കാണാം. അപ്പോ അമ്മേന്റെ മോളുടെ ആ ഒരു മിസ്സിങ് അങ്ങ് മാറി കിട്ടും. അതിനെന്താ, അമ്മ എപ്പോഴും വരാം. ഈ വീട്ടിൽ എപ്പോഴും അമ്മയ്ക്ക് വന്ന് നിൽക്കുകയോ വന്ന് കാണുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ എടുക്കണ്ട. അമ്മ വല്ലതും കഴിച്ചോ? ചായ എടുത്തിട്ട് വരട്ടെ? നമുക്ക് ചായയാണോ വേണമെന്ന് ജ്യൂസാണോ? എനിക്കൊന്നും വേണ്ട മോളെ, എനിക്ക് നീ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നാൽ മതി. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ, അപ്പൊ എന്തെങ്കിലും ഒന്നും കഴിക്കണം. ഞാൻ പോയി എടുത്തിട്ട് വരാമേ. വേണ്ട മോളെ, വേണ്ട. അതൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇതെവിടെ വാ. എങ്കിൽ അത് നിങ്ങൾ പോയി തരാമേ. ശരി മോനെ, പോയിട്ട് വാ. നീ അമ്മേന്ന് വിളിച്ചോടാ. ശരിയാണ്, ഞാനെന്തായാലും അവളുടെ കൂടെ പോയിട്ട് വരട്ടെ. അമ്മ എന്താ പോലെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വേണോ നിനക്ക്? അല്ലമ്മ, നമ്മുടെ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് കോഫി ഇട്ട് കൊടുക്കാനായിരുന്നു. കോഫിയോ ടീയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും. ആരാ ഗസ്റ്റ്? അത് ഞാൻ പറയാം, എന്റെ കൊളീഗ്സ് ആണ്. കൊളീഗ്സോ? അല്ല, എന്റെ ഷെയർ ഓണേഴ്സ് ആണ്. എന്താ പോലെ നിനക്ക് പറ്റിയേ? ഒരു പതർച്ചയൊക്കെ പോലെ, ഒരു കൺഫ്യൂഷൻ ഒക്കെ പോലെ. എന്താ പറ്റിയേ? എന്തൊരു പ്രശ്നമാണോ? എന്താ ഡെവലപ്പ് കാണിക്കുന്നത്? നിങ്ങൾ എന്നോടല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഷെയർ ഓണേഴ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്, എന്നിട്ട് ഇപ്പൊ കൊളീഗ്സാ? അതുകൊണ്ടാ. മനസ്സിലായി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതാണ് നമ്മുടെ ഷെയർ ഓണർ തന്നെ. നമുക്ക് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നവര് കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് 2 പേരാണ്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോയി. അത് അവര് ഓർക്കാപ്പുറത്ത് വന്നതല്ലേ, അപ്പം അവരിത് അവരെന്ന് വിചാരിക്കണ്ട കേട്ടോ. അമ്മേ, എന്തെങ്കിലും കഴിക്കാനും കൂടെ എടുത്തേക്ക് കേട്ടോ. അതിനെന്താ പോലെ എടുത്തേക്കാം. ആദ്യമായിട്ടല്ലേ വരുന്നാര്? അച്ഛനോ? അച്ഛനെ റൂമിലുണ്ടെന്ന് തോന്നുന്നു മോനെ. വിളിക്കണോ? ഞാൻ തന്നെ വിളിച്ചേക്കാം. ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് വരാം. അപ്പത്തേക്ക് അമ്മ കോഫി എടുത്തേക്ക്. ശരി, പോയിട്ട് വാ. എവിടെയാ പോകുന്നത് നിങ്ങള്? അച്ഛനെ വിളിച്ചിട്ട് വരട്ടെ, അച്ഛനോട് സംസാരിക്കട്ടെ അവര്. എങ്കിൽ പോയിട്ടോ. ശരി.